എന്താ പരിപാടി? ആ കരിഞ്ഞ കാമുകൻ ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. എടാ, ഇനി ആ പെണ്ണെങ്ങാനും ചിലപ്പോൾ അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു കാണും. ഹേയ്, എവിടെ? എൻ്റെ ബലമായ സംശയം അവൻ അവളുടെ പുറകെ നടന്ന് ഒരുപാട് ശല്യം ചെയ്തല്ലേ. ഇനി അവനെ വിളിച്ചു വരുത്തി എന്തോ ഒരു പണി കൊടുക്കാനായിരിക്കും എന്നാ എനിക്ക് തോന്നുന്നത്. അവൻ്റെ കയ്യും കാലും ഒടിയാതെ വന്നാ ഭാഗ്യം. ഒരിക്കൽ ആ പെണ്ണ് നിന്നെ തേച്ചിട്ടു. അപ്പോഴും ഈ ചിരി ഈ മുഖത്ത് തന്നെ കാണണം. അതിന് നീയല്ല ഞാൻ. താൻ എന്നെ നേരിൽ കാണണമെന്ന് പറഞ്ഞപ്പോ ശരിക്കും ഒരു അടിയാ ഞാൻ പ്രതീക്ഷിച്ചത്. എന്തിന്? തന്നെ തല്ലിട്ട് എനിക്കെന്താ ലാഭം? അതല്ല, ഒരുപാട് നാളായി തന്റെ പുറകെ നടന്ന് ഞാൻ ശല്യം ചെയ്യല്ലേ, അതുകൊണ്ടാ ഞാൻ. ഓ, അന്നത്തെ വിഷയമാണോ? താൻ എൻ്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ പെരുമാറിയപ്പോ എനിക്ക് ശരിക്കും ക്ഷമ കിട്ടിയില്ല. അതാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അതിനെനിക്ക് കുറ്റബോധമൊന്നുമില്ല കേട്ടോ, കാരണം തെറ്റ് തൻ്റെ ഭാഗത്താ. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒന്നിനും ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടില്ല, തന്നെ കാണുന്ന നിമിഷം വരെ. പക്ഷെ ഇപ്പോ ഒരുപാട് പ്രാവശ്യം എൻ്റെ ഇഷ്ടം തന്നോട് തുറന്നു പറയണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എന്തോ സാഹചര്യം അതിനനുവദിച്ചില്ല. ഓക്കെ, എന്നോട് ഇതുവരെ ഒരു പ്രപ്പോസലായിട്ട് ആരും വന്നിട്ടില്ല. ഒരുപക്ഷെ അതിന് ഞാനൊരു അവസരം കൊടുക്കാത്തോണ്ടായിരിക്കും. ചിലപ്പോ താനൊരു അഹങ്കാരിയാണെന്ന് തോന്നിയതുകൊണ്ടായിരിക്കും. അങ്ങനെ ആവാം. ഇയാൾക്ക് തോന്നിയിട്ടുണ്ടോ? ഏയ് ഇല്ല. തനിക്ക് എന്നോടുള്ള പ്രണയം ആത്മാർത്ഥമാണോ അതോ വേറൊരു നേരം പോക്ക് മാത്രമാണോന്നൊന്നും എനിക്കറിയില്ല. ഒരുപക്ഷെ അത് ആത്മാർത്ഥമാണെങ്കിൽ താൻ എനിക്കൊരു ഉറപ്പ് തരണം. പ്രണയത്തിന്റെ യഥാർത്ഥ ഫലം വിശ്വാസമാണ്. ഏതൊരു സാഹചര്യത്തിലും താൻ എന്നെ ഉപേക്ഷിക്കില്ല എന്നൊരു ഉറപ്പ് എനിക്ക് തരണം. താൻ ഇതുവരെ ജീവിച്ച ഒരു ആർഭാട ജീവിതം ഒരു പക്ഷേ എന്നെ കൊണ്ട് തരാൻ കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം, എൻ്റെ ശരീരത്തിൽ ഒരു അംശം ജീവൻ ബാക്കി നിൽക്കുന്ന കാലം വരെ എൻ്റെ ഈ കരങ്ങളുണ്ടാവും തൻ്റെ കൂടെ. ആ ഒരു ഉറപ്പാണ് തനിക്ക് ഞാൻ തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. കൂട്ടത്തിലൊരാൾ മിസ്സിംഗ് ആണല്ലോ. സിദ്ധാർത്ഥ വന്നില്ലേ? ഏയ് ഇല്ല. നീ എവിടെ പോയി? ഒന്ന് ടൗൺ വരെ പോയി. നീ ഇന്നലെ അയച്ച മെസ്സേജ് എന്തോന്നടേ? നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. നീ വിളിച്ചില്ല അവനെ? വിളിച്ചു, പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ്. ഇതാ വന്നു. ആ, നീ ഇതെവിടെയായിരുന്നു? രാവിലെ 9 മണിക്ക് ഇരിക്കാൻ തുടങ്ങിയതാ, മണി 11. സോറി ഗൈസ്, ഒരല്പം വൈകി. ശരി ശരി, നീ പോയ കാര്യം എന്തായി? അവളെന്ത് പറഞ്ഞു? സത്യം മാത്രം പറ. എന്തു പറയാൻ, അവളെന്നെ വിളിച്ചു, ഞാൻ നേരിൽ പോയി കണ്ടു, സംസാരിച്ചു, അടുത്ത് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് കൈ കുറത്ത് പിരിഞ്ഞു. ദാറ്റ്സ് ഓൾ. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. നിനക്ക് മാത്രമല്ല, ഞങ്ങൾക്കും. അറിയാം, ഞാൻ എന്ത് പറഞ്ഞാലും നീയൊക്കെ വിശ്വസിക്കില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. കണക്ക് എന്നാലും നീ ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തു? അപ്പൊ അളിയാ എന്തായാലും ചെലവാണ്. തീർച്ചയായും. പ്ലാൻ പറ. ഈ വരുന്ന സൺഡേ അവളുടെ ബർത്ത്ഡേ ആണ്, സെപ്റ്റംബർ 15. അന്നേ ദിവസം ട്രീറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓൾ ക്ലിയർ. തൽക്കാലം ഒരെണ്ണം ഞാൻ മെൻഷൻ ചെയ്ത് നോക്കി, കണക്റ്റ് ആവുന്നില്ല, എറർ ആവുന്നു. ടൈം റിവേഴ്സിൽ സഞ്ചരിക്കണമെങ്കിൽ ലൊക്കേഷൻ ക്ലിയർ ആവണ്ടേ? ലൊക്കേഷൻ കണക്ട് ചെയ്യാൻ പറ്റുമെന്നോ? ട്രൈ ചെയ്യുന്നുണ്ട്, ബട്ട് നോ രക്ഷ. അങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്യൂ ലെമിൻ, ജുവലിനെ ലൈനിൽ കണക്ട് ചെയ്യും.
ഗുഡ് ഈവനിങ് രമീൻ. ഗുഡ് ഈവനിങ്. എന്തായി? ജുവൽ, ലൊക്കേഷൻ്റെ കാര്യത്തിൽ ചെറിയൊരു പ്രോബ്ലം. അത് ഞാൻ പറയാൻ വിട്ടുപോയി. 5 ലൊക്കേഷനിലും 5 ഡിഫറെൻറ്റ് കോഡാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ കോഡ്സ് ഞാൻ ഇമെയിൽ ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്തോളൂ. ഓക്കെ, വന്നിട്ടുണ്ട്. അതാത് ലൊക്കേഷൻ്റെ താഴെ കോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറെല്ലാം ഓക്കെ അല്ലേ? ഓക്കെ, ഹാഫ് ആൻ അവർ കഴിഞ്ഞ് തിരിച്ച് വിളിക്കാം. ഓക്കെ. ഓക്കെ, ക്ലിയർ. റെഡി അല്ലേ? റെഡി. 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 Yes. നല്ല സന്തോഷത്തിലാണല്ലോ. എന്തു പറ്റി? നമ്മൾ അമിതമായി ആഗ്രഹിച്ചു ഒന്ന് പ്രതീക്ഷിക്കാതെ നമ്മുടെ കയ്യിലെത്തുമ്പോൾ അതിന് കിട്ടുന്ന അസുഖം അതൊന്നും വേറെ തന്നെയാണ്. അമ്മ മരണപ്പെട്ട ശേഷം ഞാനും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ വീട്ടിൽ. അമ്മ പോയത് പിന്നെ മനസ്സ് തുറന്ന് നിന്നേ വരെ ഞാനൊന്ന് ചിരിച്ചിട്ട് കൂടിയില്ല. എന്ത് വിഷമം വന്നാലും സ്വയം പറഞ്ഞ് ആശ്വസിക്കും. പക്ഷെ ഇപ്പം എന്തോ തനിച്ചല്ലാന്നൊരു തോന്നല്. തനിച്ചാവില്ല ഒരിക്കലും. ശരിക്കും ഹലോ, ഒരു ഹാഫ് ആൻ അവറോ? ഫ്രണ്ട്സ് എല്ലാവരും എത്തിയോ? ആ അതെ. ഓക്കെ. പിന്നെന്താ? ഓക്കെടാ, ഞാൻ വരാം. ഞാനൊരല്പം തിരക്കിലായിരുന്നു, അതാ വിളിക്കാതിരുന്നത്. ആ പിന്നെ നമസ്കാരം. ആ ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ഡാ, നീ മാത്രമല്ല, റോഷൻ ഭവനൊക്കെ അവിടെ? എടാ, ഭുവൻ വിളിച്ചിരുന്നു. അവന് എറണാകുളത്തുണ്ട്. അവന് ഷോപ്പിലെന്തോ ഇഷ്യൂ. അപ്പോൾ റോഷനോ? അവൻ വിവേകിന് ക്യാഷ് കൊടുക്കാൻ പോയിരിക്കുക. നമ്മളാരും ചോദിച്ചാൽ അവൻ്റെ ഉണ്ടായില്ല, തേണ്ടി. അത് ശരി. അപ്പോൾ എവിടെ വെച്ചാ സെലിബ്രേറ്റ് ചെയ്യുന്നത്? എടാ, ടൗണിലെ അഞ്ജലിയുടെ ഫ്രണ്ടിൻ്റെ കഫേ ഉണ്ട്, അവിടെ വെച്ചിട്ടാ. അയ്യേ, വല്ല 5 സ്റ്റാർ ഹോട്ടൽ ആവായിരുന്നു. അയ്യേ, 5 സ്റ്റാർ ഹോട്ടൽ. നീ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേ? ഓ, സ്പെല്ലിങ് ആഡിക്കും ഞാൻ. ഈ പരിപാടി ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. അത് മതി, സന്തോഷമായി അല്ലേ? ഡാ, ടൈം ഓവറായല്ലോ, നീ അഞ്ജലി വിളിക്ക്. ഇവിടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. നീ ആ റോഷനൊന്ന് വിളിച്ചു നോക്കി. ആ പറടാ. എടാ, നീ എവിടെയാ? ഞാൻ വിവേകിന് പൈസ കൊടുക്കാൻ വന്നതാ, കാലത്തെ പറഞ്ഞല്ലേ. നീ ഇറങ്ങിയോ? ആ, എന്തേ? എടാ, നേരത്തെ അഞ്ജലി വിളിച്ചിരുന്നു. വിളിച്ചപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങാന്നാ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ്. അവള് വന്നോ ഇല്ലെന്ന് അറിയില്ല. നീ ഏതായാലും അതുവഴിയല്ലേ പോയത്. വരുമ്പോ അവളെ വീട്ടിലൊന്ന് കയറി. ഓക്കെ? തിരിച്ചു പോണം.
ശരി, പോയി നോക്കാം. എടാ മറക്കല്ലേ, അവിടെ പോയിട്ട് വിളിക്കണം കേട്ടോ. ശരിയടാ, പോയി നോക്കാം. ഓക്കെ. കോളടിച്ചു. അവന്റെ ഭാഗ്യം. അഞ്ജലി, പറടാ, എവിടാ? എന്താ നീ പറയുന്നത്? എടാ എന്ത് പറ്റി? അത് എടാ നീ മിഴിച്ചെന്ന കഥ കാര്യം പറയേ. നിങ്ങൾ വാ, എവിടേക്ക്? കാര്യം പറഞ്ഞിട്ട് പോ. അവൻ എന്തിനാ വിളിച്ചത്? പറയാം, വാ. എത്ര മണിക്ക് ഇൻ്റർവ്യൂ? ഓക്കെ, ഒരു 10 മിനിറ്റ് തിരിച്ചു വിളിക്കാം. ആരാടാ? ശ്രേയ. അവൾക്കിന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ടൗണിലേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ വിളിച്ചാ. നീ പോയില്ലേ? നീ ഇവിടെ കാണുമെന്ന് എനിക്കറിയായിരുന്നു. ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. നിന്നെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ലോകത്ത് പ്രണയിക്കുന്നവരെല്ലാവരും ഒന്നിച്ച് ജീവിക്കണമെന്നില്ലല്ലോടാ. ചിലത് വിജയിക്കും, ചിലത് പരാജയപ്പെടും. പക്ഷെ ആ ഒരു പരാജയത്തിൽ തീരണ്ടല്ലോ നമ്മുടെയൊക്കെ ജീവിതം. കഴിഞ്ഞെല്ലാം മറക്ക്. നടന്നതെല്ലാം ഒരു സ്വപ്നമാണെന്ന് കരുതിയാൽ മതി. ഒരു സുഹൃത്തെന്ന നിലയിൽ എനിക്കിത് നിന്നോട് പറയാനുള്ളൂ. ശരിയടാ, എനിക്ക് ടൈമായി. ഞാൻ ഇറങ്ങും. സംഭവം അതല്ല, അങ്ങനെയല്ല നീ പറയുന്നത്. നീ ഇത് എവിടെയായിരുന്നു? വിളിക്കുമ്പോൾ ഫോൺ എടുത്തൂടെ? ഫോൺ സൈലൻ്റ് ആയിരുന്നടാ.
ഞാൻ കണ്ടില്ല. പിന്നെ ഞാൻ സിദ്ധാർത്ഥനെ കണ്ടായിരുന്നു. അവനാണ് ആ ഗ്രൗണ്ടിലിരിക്കുന്നുണ്ട്. എന്താ അവസ്ഥ? നീ വന്നിട്ട് പോകാന്ന് കരുതി. വല്ല മാറ്റമുണ്ടോ? അവിടെ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ അവൾ മരിച്ച ദിവസം കൂടെ അല്ലേ, ആ കയ്യിൽ നിന്ന് ഇരിക്കാം. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. നിങ്ങൾ അവനെ കൂട്ടി ഒന്ന് പുറത്തു പോകും, ഒന്ന് ആശ്വാസമാവട്ടെ. ശരി. എടാ നീ ടൗണിലേക്കാണോ? എന്തേ? എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? പറ. ശ്രേയ അശ്വിനി ജംഗ്ഷനിൽ നിൽക്കുന്നുണ്ട്. അവൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്. നീ ടൗണിലേക്കാണെങ്കിൽ അവളെ ഒന്ന് ഡ്രോപ്പ് ചെയ്യോ? ആ ശരി, ഞാൻ അവളോട് വിളിച്ചു പറഞ്ഞോളാം. ശരി, പറ. എവിടെ ഇരിക്കുകയാണോ? നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. നീ എഴുന്നേക്ക്. നീ ഇവിടെ തനിച്ചിരുന്നാൽ ശരിയാവത്തില്ല. നമുക്കൊന്ന് പുറത്തോട്ടോ. സിദ്ധാർത്ഥ്, ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. നിനക്കത് വിധിച്ചിട്ടില്ല, അത്ര തന്നെ. അഞ്ജലി മരിച്ചിട്ട് എന്തൊക്കെ 1 വർഷം കഴിയുന്നു. ഇന്നും നിനക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. നിന്റെ ഈ അവസ്ഥ കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. എന്താണെങ്കിലും സത്യം ഒരു ദിവസം പുറത്തു വരും. നീ സമാധാനിക്ക്. സത്യത്തിനൊന്നും ഈ ലോകത്ത് വലിയ വിലയില്ലടാ. ധർമ്മത്തിനേക്കാൾ അധർമ്മത്തിനാണ് ആയുസ് കൂടുതൽ. അതുകൊണ്ടല്ലേ അവളെ എന്നേക്കുമായി എന്നെ വിട്ടു പോയത്. പക്ഷെ അധർമ്മത്തിന്റെ ആ ആയുസിന് ഒരു പരിധിയുണ്ട്. അധർമ്മം എത്ര തന്നെ ഉയർച്ചയിലേക്ക് പോയാലും അത് നിലത്തെ വീഴും. നിങ്ങളവിടെ സംസാരിച്ചതെല്ലാം ഞങ്ങൾ കേട്ടു. നിങ്ങൾക്കിടയിൽ എന്തോ ഒരു അപകടമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ എവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. നിങ്ങളൊരു മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു. ആരാ മരണപ്പെട്ടത്? നിങ്ങളിതൊക്കെ എന്തിനാ അറിയുന്നത് എന്നാവും. ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് നിങ്ങൾക്ക് പോലും ഉള്ളതെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. എങ്ങനെ? പറയാം. പക്ഷെ അതിനു മുൻപ് നിങ്ങൾക്ക് സംഭവിച്ചു ഞങ്ങളോട് പറയണം. പറയാം. ഇതൊരു നിമിത്തമായിരിക്കാം നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ തന്നെ വന്ന് പെട്ടത്. സോറി, ഞങ്ങളെ പരിചയപ്പെടുത്താൻ മറന്നു. ഞങ്ങൾ രണ്ടുപേരും ഫെർമ ഇൻ്റർനാഷണൽ റിസർച്ച് സെൻറ്ററിലെ റിസർച്ച് സ്കോളേഴ്സാണ്. ഇത് ഞങ്ങൾ കണ്ടുപിടിച്ച പുതിയൊരു മെഷീനാണ്, ടൈം ട്രാവൽ മെഷീൻ. കഴിഞ്ഞുപോയ കാലത്തെ എല്ലാ സംഭവങ്ങളും നമുക്കിതിലൂടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് മുമ്പിലുള്ള ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇതിലുണ്ട്. പറയൂ, എപ്പോഴാണ് സംഭവിച്ചത്? സർപ്രൈസ്. പ്ലീസ് കരയണ്ട, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. ഈ വരുന്ന സൺഡേ അവളുടെ ബർത്ത്ഡേ ആണ്, സെപ്റ്റംബർ 15-ന്.
നീ ഒരുപാട് ഭയപ്പെടുന്നുണ്ട്. പേടിക്കണ്ട. തെറ്റ് ചെയ്ത ഒരാൾക്ക് ഭയപ്പെടേണ്ട കാര്യമല്ലോ. ഞാൻ എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം എനിക്കും ഉണ്ടായിരുന്നു നിന്നെപ്പോലെ സുന്ദരിയായ ഒരു കാമുകി. ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തൊരു പെൺകുട്ടി. ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം? അവൾ എന്നെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കി. പക്ഷെ അവളെക്കുറിച്ചൊന്നും മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. അല്ലെങ്കിൽ ഈ മനുഷ്യന്മാരെല്ലാം അങ്ങനെ സമൂഹത്തിന് മുന്നിൽ വരുമ്പോൾ ആർക്കും കാണാൻ പറ്റാത്തൊരു മുഖംമൂടി ധരിക്കും. ചതിയുടെ മുഖംമൂടി. അവളിലും ഉണ്ടായിരുന്നു ആ ചതിയുടെ മുഖംമൂടി. പക്ഷെ എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. എന്നെ വെറും ഒരു കോമാളിയെ കണ്ട് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. അവൾ അമിതമായി വിശ്വസിച്ചായിരുന്നു. ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എന്നോട് ചെയ്ത ക്രൂരത വേറെ ആരോടും ചെയ്തിരിക്കാൻ ഞാൻ അവൾക്കൊരു പണിഷ്മെന്റ് കൊടുത്തു. ഇനി ആരോടും അവളെ തെറ്റിയില്ലെന്ന് ഉറപ്പുവരുത്താൻ ഈ ഭൂമിയിൽ നിന്നേ ഞാൻ അവളെ പറഞ്ഞു വെച്ചു. ഇന്നാണ് എൻ്റെ ജീവിതത്തിലെ ഈ 2 ദിവസം. ഇതുപോലൊരു സെപ്റ്റംബർ 15-ന് അവൾ എന്നെ വിട്ടിട്ട് പോയത്. അതുകൊണ്ട് ഈ ദിവസം അവളെ ഓർമ്മപ്പെടുത്താൻ എല്ലാ വർഷവും ഇതേ ദിവസം ഓരോ സുഹൃത്തിനെ ഞാൻ അവളുടെ അടുത്തേക്ക് പറഞ്ഞയക്കും. ഞാൻ പറയുന്നത് വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? നീ തന്നെ അവളോട് പോയി ചോദിക്കും. പ്ലീസ് പ്ലീസ് എന്നൊന്നും ചെയ്യരുത്. എന്നിട്ട് നീ അവളോട് പറയണം ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നൊന്നും ചെയ്യരുത്. ഹാപ്പി ജേർണി. ശ്രേയ അശ്വിന് ശേഷം നിൽക്കുന്നു. അവൾക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. അവളെ ഒന്ന് ഡ്രോപ്പ് ചെയ്യോ? എടാ ഞാൻ ഭുവനെ ശ്രേയ ഡ്രോപ്പ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് സെപ്റ്റംബർ 15 നീ ശ്രേയയുടെ ഫോണിലേക്ക് വിളിച്ചേ. The number you're calling is currently switched off. Please try later.